ഒന്നൊന്നര സംഭവമായിരിക്കണം എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന, കാരണം ഈ അടുത്തുള്ള കേരളത്തിൽ ഒരു 2 വർഷത്തെ ഇൻ്റർവ്യൂ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പബ്ലിക്കിൻ്റെ ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം ഒരു കൊളീക്കലായിട്ട് പറഞ്ഞ് പച്ചത്തെറികൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു ആങ്കറാണ് ശാരിക. പക്ഷേ അവർ അതിൽ ഉള്ള അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ബിഗ് ബോസിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത രീതിയിലാണ് അവരുടെ ഫസ്റ്റ് ഡേ വന്നിരിക്കുന്നത്. കാരണം ലാലേട്ടന് മുന്നിൽ അവർ പറയുന്നുണ്ട് ഫേക്കായി നിൽക്കുന്നവർക്കല്ല, ജെനുവിനായിട്ട് നിൽക്കുന്നവർക്കാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ജനങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം ഫേക്കായിട്ട് നിൽക്കുന്നവർക്കല്ല ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ അതാണ് ഇവിടെ ഞാൻ കാണിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് ലാലേട്ടന് മുന്നിൽ നിന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇൻ്റർവ്യൂവിൽ കാണുന്ന അതേ ശാരികയുടെ ഈ ഫയറിങ് ഈ മറ്റ് കണ്ടസ്റ്റൻറ്റുകളോട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ആളുകൾ കേരളത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ അഗ്രസീവായ, അതായത് പാവങ്ങളെ പോലെ നിൽക്കുന്നവരല്ല കേരളത്തിലെ ജനതകൾ ഇല്ല ബിഗ് ബോസിൻ്റെ ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഏറ്റവും കൂടുതൽ ഫയറിങ് ആര് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ഫയറിങ് ചെയ്യുന്നവർക്കായിരിക്കും ഒരുപക്ഷെ മുൻതൂക്കം. എല്ലാ സീസണിലും നമുക്ക് ഇതുവരെയുള്ള 6 സീസണിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആര് ഫയർ ചെയ്യുന്നോ അവിടെ മിണ്ടാപ്പൂച്ചകളെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ശാരികയുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ട ആളുകൾക്കറിയാം ശാരിക ഏത് ലെവലിൽ അടിക്കടി മുറി എന്നുള്ളൊരു മൈൻഡുള്ളൊരു ക്യാരക്ടറാണ് ശാരിക. അതേ ആ ശാരിക തന്നെ ഇവിടെ കാണുമോ എന്ന് നമുക്ക് നോക്കി വെക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. കാണാം.